എല്ലാവർക്കും നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നില്ലേ? അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഇന്നത്തെ ദിവസം മുഴുവൻ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് എന്തായിരിക്കും ചിന്തിക്കുന്നുണ്ടാവുക. ഓക്കെ, ജനറൽ തോട്ട്സ് ഇന്നത്തെ ദിവസം നിങ്ങളെക്കുറിച്ച് കേട്ടോ. ഓർക്കുക, അതൊരു ജനറൽ കളക്റ്റീവ് ടൈംലെസ് റീഡിംഗ് ആണ്. എത്രത്തോളം നിങ്ങളുമായിട്ട് റെസനേറ്റ് ആകുന്നു അത്രത്തോളം മാത്രം എടുക്കുക, ബാക്കി അങ്ങ് വിട്ട് കളയുക. ഫോഴ്സ്ഫുള്ളി റീഡിങ്ങുമായിട്ട് റെസനേറ്റ് ചെയ്യാൻ ശ്രമിക്കരുത്. ഓക്കെ, അതായത് ന്യൂട്രൽ ലൈൻ നിന്ന് മാത്രം റീഡിങ് കാണുക കേട്ടോ. ഓവറായിട്ട് എക്സൈറ്റഡ് ആവുകയോ ഓവറായിട്ട് സങ്കടപ്പെടുകയോ ഒന്നും ചെയ്യരുത് കേട്ടോ. പേഴ്സണൽ റീഡിങ് ആവശ്യമുള്ളവർ കോൺടാക്ട് ചെയ്തോളൂ, ചെയ്തു തരാം. ഓക്കെ, പോവാം റീഡിങ്ങിലേക്ക്. നമുക്ക് ഡിവൈൻ പ്ലീസ് ഗൈഡ്. എൻ്റെ വ്യൂവേഴ്സ് വളരെയധികം സ്നേഹിക്കുന്ന ഒരു വ്യക്തിയുണ്ട്. ആ വ്യക്തിയുടെ ഇന്നത്തെ ദിവസത്തെ ചിന്തകൾ എൻ്റെ വ്യൂവേഴ്സിനെ കുറിച്ച് എന്തായിരിക്കും എന്ന് പറഞ്ഞു തരൂ. എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ ഇന്നത്തെ ദിവസത്തെ മുഴുവനുള്ള ചിന്തകൾ അവരെക്കുറിച്ച്. നിങ്ങളുടെ പേഴ്സൺ ഒന്ന് ഡിസ്റ്റർബ്ഡ് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ ഇന്നത്തെ ദിവസത്തെ ചിന്തകൾ എന്തായിരിക്കും എൻ്റെ വ്യൂവേഴ്സിനെ കുറിച്ച്. എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ ഇന്നത്തെ ചിന്തകൾ എന്തായിരിക്കും അവരെക്കുറിച്ച്. എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ ഇന്നത്തെ ദിവസം മുഴുവനുള്ള ചിന്തകൾ അവരെക്കുറിച്ച്. Fool, 8 of Wands, 10 of Cups, 3 of Wands, okay, Ace of Pentacles, Queen of Pentacles, King of Cups, Knight of Swords, 4 of Wands, the Wheel, Queen of Cups, okay, good, Judgment, Page of Pentacles. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിൽ നിന്നും കമ്മ്യൂണിക്കേഷൻ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളോട് സംസാരിക്കണം, മെസ്സേജ് അയക്കണം, അങ്ങനെയെല്ലാം അവർ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളിൽ നിന്നോ നിങ്ങൾക്കായിട്ടോ എന്തെങ്കിലും. ഫുള്ള് വെച്ച് ഇന്നത്തെ ദിവസം അവർ കുറച്ച് ലൈറ്റ് ഹാർട്ടഡ് ആയിട്ട് സോറി ടു സേ അവരുടെ ഫാമിലിയുടെ ഒപ്പം സ്പെൻഡ് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത് കേട്ടോ. ഫാമിലിയുടെ ഒപ്പമുള്ള എന്തോ ഒരു സെലിബ്രേഷൻ, ഹോളിഡേ ആയതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ കൂടുതലായും ഫാമിലിയുടെ കൂടെ നിൽക്കുന്നതായിട്ട്. അവർ എവിടെയെങ്കിലും പുറത്തേക്ക് പോവുകയോ, ഐ എം സോറി ടു സേ ദിസ്, നിങ്ങൾക്ക് വിഷമമുണ്ടാക്കുന്ന കാര്യമായിരിക്കും. അവരുടെ ഒന്നിച്ച് പുറത്തേക്ക് പോവുകയോ ഒരു ചെറിയ ട്രിപ്പ് അങ്ങനെ എന്തെങ്കിലും പോവുകയോ, അവരുമൊത്ത് ഒരു ചെറിയ ഔട്ടിങ് അങ്ങനെ പോവുകയോ, ഇപ്പോൾ ഭക്ഷണം കഴിക്കാനോ അങ്ങനെയൊക്കെ ആയിട്ട് അങ്ങനെ പോവുകയോ ഒക്കെ ചെയ്തിട്ടുള്ളതായിട്ടാണ് കാണുന്നത്. ഇവിടെ ഫാമിലി പറയുമ്പോൾ അവർ മാരീഡ് ആണെങ്കിൽ അവരുടെ സ്പൗസ്, കുട്ടികൾ, അല്ലെങ്കിൽ പാരൻസ്, എക്സ്റ്റെൻഡഡ് ഫാമിലി, സിബ്ലിങ്സ്, ബ്രദേഴ്സ്, സിസ്റ്റേഴ്സ് അങ്ങനെയൊക്കെ. അല്ലെങ്കിൽ 2 ദിവസം അവധിയാണ്, അപ്പോൾ ഗസ്റ്റ് വന്നതായിരിക്കാം, അവരെ എൻ്റർടൈൻ ചെയ്യാൻ വേണ്ടി ഫാമിലിയുടെ ഒപ്പം പുറത്തു പോയതായിരിക്കാം. അങ്ങനെ എന്തോ ഒരു ഇവൻ്റാണ് എനിക്ക് അവിടെ കൂടുതലായും കാണുന്നത് കേട്ടോ. അവർ വീട്ടിൽ നിന്നും പുറത്താണ് എന്നാണ് എനിക്ക് കാണുന്നത്. ഓക്കെ, അവിടെ അവർ തമ്മിൽ സംസാരിക്കുന്നു, അങ്ങനത്തെ കാര്യങ്ങളാണ് കാണുന്നത്. കൂട്ടത്തിൽ തന്നെ നിങ്ങളിൽ നിന്നും മെസ്സേജ് ഉണ്ടോ, നിങ്ങളിൽ നിന്ന് എന്തെങ്കിലും കോൾ ഉണ്ടോ എന്നവർ ശ്രദ്ധിക്കുന്നുമുണ്ട്. നിങ്ങളുടെ അപ്ഡേറ്റ്സ് എന്തെങ്കിലും ഉണ്ടോ എന്ന് പറഞ്ഞ്, നിങ്ങൾ എന്തെങ്കിലും രീതിയിൽ അവരുടെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടോ എന്ന് പറഞ്ഞ് അവർ ശ്രദ്ധിക്കുന്നതായിട്ടും കാണുന്നു കേട്ടോ. ബാക്ക് ഓഫ് ദി മൈൻഡിൽ ഇവർ ആ ടൈം സ്പെൻഡ് ചെയ്യുന്ന അവിടെയും നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നതായിട്ടാണ് കാണുന്നത്. ഓക്കെ, നിങ്ങളുമായിട്ട് ഒരു ന്യൂ ബിഗിനിങ് വേണം എന്നവർ തീർച്ചയായും ചിന്തിക്കുന്നതായിട്ട് കാണുന്നു. നിങ്ങൾ വർക്ക് റിലേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കാം. ക്വീൻ ഓഫ് പെൻറ്റക്കിൾസ് വെച്ച് അവർ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നിങ്ങൾ ജോലിയിലായിരിക്കാം എന്ന് ചിന്തിക്കുന്നുണ്ട്. നിങ്ങൾക്ക് അവധിയില്ലേ എനിക്കറിയില്ല. അവർ ചിന്തിക്കുന്നത് നിങ്ങൾ ഈ സമയത്ത് ജോലി ചെയ്തിരിക്കുകയായിരിക്കാം, അതുകൊണ്ടായിരിക്കും മെസ്സേജ് ഒന്നും ഇല്ലാത്ത എന്നുള്ള രീതിയിൽ അവർ ചിന്തിക്കുന്നതായിട്ടും കാണുന്നുണ്ട്. നിങ്ങൾ അങ്ങോട്ട് മെസ്സേജ് ഒന്നും അയച്ചിട്ടില്ല. അപ്പോൾ അവർ ചിന്തിക്കുന്നത് നിങ്ങൾ ജോലി തിരക്കിലായിരിക്കും, അതുകൊണ്ടായിരിക്കും മെസ്സേജ് അയക്കാത്തത് എന്നുള്ള രീതിയിൽ ജോലി ചെയ്തിരിക്കുകയായിരിക്കും എന്ന് വിചാരിക്കുന്നു. ഫാമിലി കൂടെ ഉള്ളത് കൊണ്ട് തന്നെ ഈ സമയം അവരൊരു കിങ് ഓഫ് കപ്സിൻ്റെ എനർജിയിലാണെന്ന് വെച്ചാൽ നിങ്ങൾക്കായിട്ട് ആക്ഷൻ ഒന്നും എടുക്കാൻ പറ്റാത്തൊരു സ്ഥിതി. ഓക്കെ, നിങ്ങളിപ്പോൾ അപ്ഡേറ്റൊക്കെ ഇട്ടാലും അത് ഉടനെ എടുത്ത് നോക്കാനുള്ള ഒരു സാഹചര്യം അവർക്ക് ഉണ്ടാവില്ല. ഓക്കെ, നിങ്ങൾ മെസ്സേജ് അയച്ചാലും ഉടനെ നോക്കാനുള്ള സാഹചര്യം ഉണ്ടാവില്ല. അങ്ങനെയും അവർ കുറേ പേര് ആ സിറ്റുവേഷനിലിരിക്കുന്നതായിട്ട് കാണുന്നതിന് കൂടുതലായും ഫാമിലി കൂടെ ഉള്ളതായിട്ടാണ് കാണുന്നത് കേട്ടോ. നൈറ്റ് ഓഫ് സോർട്സ് വെച്ച് നിങ്ങളുടെ അടുത്തേക്ക് എത്രയും വേഗം ഓടി എത്തണം എന്നുള്ള തീവ്രമായ ആഗ്രഹം അവർക്ക് തോന്നുന്നുമുണ്ട്. നിങ്ങൾക്ക് ഒരു സ്പീഡി ആക്ഷൻ എടുക്കണം,
ഓടി നിങ്ങളുടെ അടുത്തേക്ക് എത്തണം എന്നുള്ള ചിന്തകളും അവരെ അലട്ടുന്നുണ്ട് കേട്ടോ. കിങ് ഓഫ് കപ്സിൻ്റെ എനർജിയിൽ ഇരിക്കാൻ അവർ നിർബന്ധിതരായിരിക്കുകയാണ് അവിടെ. പക്ഷെ മനസ്സിൽ നിങ്ങൾക്കായിട്ടൊരു സ്പീഡി ആക്ഷൻ എടുക്കണം എന്നുള്ള രീതിയിൽ ചിന്തിക്കുന്നതായിട്ടാണ് കാണുന്നത്. അവർ ഇന്നത്തെ ദിവസം അമ്പലത്തിലോ പള്ളിയിലോ ഒക്കെ പോയിരിക്കാൻ സാധ്യതയുണ്ട്. പോയി അവിടെ നിങ്ങൾക്കും കൂടി വേണ്ടി പ്രാർത്ഥിച്ചിരുന്നു എന്നും കാണുന്നു കേട്ടോ. കിങ് ഓഫ് കപ്സ് ആൻഡ് ക്വീൻ ഓഫ് കപ്സിൻ്റെ എനർജി ഒരേ റീഡിങ്ങിൽ വന്നിരിക്കുന്ന അവർ നിങ്ങളെ അവരുടെ പാർട്ട്ണറായിട്ട് തന്നെയാണ് മനസ്സിൽ കാണുന്നത്. നിങ്ങൾ അവരുടെ സ്പൗസാണ്. അവരെ അതിതീവ്രമായി സ്നേഹിക്കുന്ന വ്യക്തിയാണ്. നിങ്ങൾ ഇമോഷണലി വളരെയധികം സ്ട്രോങ് ആയിട്ട് കണക്റ്റഡ് ആണ് എന്ന് തന്നെ അവർ വിശ്വസിക്കുന്നുണ്ട്. ഓക്കെ, അതുകൊണ്ട് തന്നെ അവരുടെ പാർട്ട്ണറിന് വേണ്ടി അവർ പ്രാർത്ഥിക്കും പോലെ നിങ്ങൾക്ക് വേണ്ടി അവർ പ്രാർത്ഥിച്ചിരുന്നു. നിങ്ങളുടെ പേര് ഭഗവാന്റെ ഫ്രണ്ടിൽ അവർ എടുത്തിരുന്നു എന്ന് കാണുന്നു. ഈ സമയം മാറി വരും. നിങ്ങളുമായിട്ട് പ്രോപ്പറായിട്ട് ഒന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിക്കും. ഈ തടസ്സങ്ങളെല്ലാം മാറി നിങ്ങൾക്ക് ഫ്രീ ആയി സംസാരിക്കാൻ പറ്റുന്നൊരു സമയം വരും എന്നും അവർ ചിന്തിക്കുന്നതായിട്ട് കാണുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് അധികം താമസിയാതെ തന്നെ എവിടെയെങ്കിലും വെച്ച് കാണാൻ ഉള്ളൊരു സാഹചര്യം മേ ബി വർക്ക് റിലേറ്റഡ് ആയിട്ടായിരിക്കാം. എവിടെയെങ്കിലും ഒരു പബ്ലിക് പ്ലേസിൽ വെച്ച് നിങ്ങൾ തമ്മിൽ കാണാനുള്ളൊരു സാഹചര്യം വരുന്നതായിട്ടും കാണുന്നുണ്ട്. ഒരു ഇവൻറ്റ്, ഒരു കല്യാണമോ ഒരു പബ്ലിക് ഇവൻറ്റോ അല്ലെങ്കിൽ അവർ ജോലി സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും മീറ്റിങ്സോ എന്തോ ഒരു സംഭവം വരുന്നതായിട്ട്, അത് ജോബ് റിലേറ്റഡ് ആയിട്ടാണ്, അവരുടെ ഒരു ജോബ് റിലേറ്റഡ് ആയിട്ടാണ് അല്ലെങ്കിൽ നിങ്ങളുടെ ജോബ് റിലേറ്റഡ് ആയിട്ട് ഒരു ഇവൻറ്റ് വരുന്നതായിട്ട് കാണുന്നു. അതിന് വേണ്ടി ഉള്ള പ്രിപ്പറേഷൻസും നടക്കുന്നുണ്ട്. അതിനെപ്പറ്റിയും അവർ ചിന്തിക്കുന്നതായിട്ട് കാണുന്നു. അവിടെ വെച്ച് തമ്മിൽ കാണാൻ സാഹചര്യമുണ്ട്. അത് നന്നാവണം, അവിടെ കാര്യങ്ങൾ ശരിയാക്കാം എന്നുള്ള രീതിയിൽ അവർ ചിന്തിക്കുന്നതായിട്ടും കാണുന്നുണ്ട് കേട്ടോ. ഇവൻറ്റിനെ പറ്റി അവർ കൂടുതലായും ചിന്തിക്കുന്നതായിട്ട് കാണുന്നു. ഓക്കെ, ഒരു ഹാപ്പി ഇവൻറ്റ് തന്നെയാണ്, മോശപ്പെട്ട ഇവൻ്റ് അല്ല, നല്ലൊരു ഇവൻ്റാണത്. അവിടെ വെച്ച് സംസാരിക്കാം എന്നുള്ള രീതിയിൽ, അവിടെ കൂടുതൽ കണക്റ്റഡ് ആവാൻ സാധിക്കും എന്നുള്ള രീതിയിൽ അവർ ചിന്തിക്കുന്നതായിട്ടും കാണുന്നുണ്ട് കേട്ടോ. ഇവിടെ ഓൺലൈൻ റിലേറ്റഡ് ആക്ടിവിറ്റീസ് എല്ലാം തന്നെ നിങ്ങളുടെ പേഴ്സൺ ഫോളോ ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങളിൽ നിന്ന് കോൾ, മെസ്സേജ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്നവർ കോൺസ്റ്റൻ്റ് ആയിട്ട് ചെക്ക് ചെയ്യുന്നതായും കാണുന്നു. വെയിറ്റ് ചെയ്യുന്നതായി കാണുന്നു. നിങ്ങളുടെ മെസ്സേജിനോ കോളിനോ വേണ്ടി അവർ വെയിറ്റ് ചെയ്യുന്നതായി കാണുന്നു. നിങ്ങൾ കൂടുതലായും ലോങ് ഡിസ്റ്റൻസ് ആയിരിക്കാനും സാധ്യതയുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ ഓടി വന്ന് നിങ്ങളെ കാണാനുള്ളൊരു സാഹചര്യം അവർക്കില്ല. അതുകൊണ്ട് തന്നെ വല്ലാത്ത തീവ്രമായ ഒരു മിസ്സിങ് എനർജിയും അവർ ഫീൽ ചെയ്യുന്നുണ്ട് എന്ന് കാണുന്നു. ഓക്കെ, കുറച്ച് കാർഡ്സ് കൂടി എടുക്കാം. ശബ്ദങ്ങൾ ക്ഷമിക്കുക കേട്ടോ. ഞാൻ പറഞ്ഞിരുന്നു 2-3 ദിവസം മുന്നേ ഇവിടെ തൊട്ടടുത്ത വീട്ടിലൊരു മരണം നടന്നിരുന്നു. അപ്പോൾ അതിൻ്റെ ചടങ്ങുകളും സഞ്ചയനം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നടക്കുകയാണ്. അപ്പോൾ അതുകൊണ്ടുകൂടിയാണ് ഞാൻ 2-3 ദിവസമായിട്ട് ഷോർട്ട് വീഡിയോസ് ഇടുന്നത്. അപ്പോൾ ശബ്ദങ്ങൾ, ആൾക്കാർ വന്നു പോകുന്ന ഇത് അതെല്ലാം കൂടിയിട്ട് ഞാൻ സമയം അഡ്ജസ്റ്റ് ചെയ്താണ് ഇടുന്നത്. ക്ഷമിക്കുക കേട്ടോ. കുറച്ച് കാർഡ്സ് കൂടി തരൂ ഡിവൈൻ. ഏസ് ഓഫ് കപ്സ് അതിഭയങ്കരമായ സ്നേഹത്തോടെയാണ് അവർ നിങ്ങളെക്കുറിച്ച് ഓർക്കുന്നത്. സ്നേഹത്തിനൊന്നും ഒരു കുറവുമില്ല. ഓക്കെ, ആക്ഷൻ വരുന്ന അവിടെയാണ് നമ്മൾ സ്റ്റക്കായിട്ട് നിന്ന് പോകുന്നത് എന്നുള്ളൊരവസ്ഥയാണ്. ഓവർവെൽമിങ് ആയിട്ടുള്ളൊരു സ്നേഹമാണ് അവർ നിങ്ങൾക്കായിട്ട് ഫീൽ ചെയ്യുന്നത് കേട്ടോ. അത് എന്തുകൊണ്ട് അവർക്ക് അങ്ങനെ തോന്നുക? കാരണം അവരിപ്പോൾ ഒരു കിങ് ഓഫ് കപ്സിൻ്റെ എനർജിയിൽ ഇരിക്കുകയാണ്. ചുറ്റും ആൾക്കാരുള്ളത് കൊണ്ട് അവർക്ക് അവരുടെ സ്നേഹം വേണ്ട രീതിയിൽ പ്രകടിപ്പിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ എന്ത് പറ്റുന്നു? മനസ്സിൽ അടക്കി വെക്കുകയാണ്. ഈ അടക്കി വെക്കും തോറും നമുക്ക് എന്ത് പറ്റും? കൂടുതൽ ഓവർവെൽംഡായിട്ട് ഫീൽ ചെയ്യും അല്ലേ? ആ ഒരു അവസ്ഥയിലാണ് അവരിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ നിർത്താനും സാധിക്കുന്നില്ല, അത് പ്രകടിപ്പിക്കാനും സാധിക്കുന്നില്ല. ഒരു നിസ്സഹായ അവസ്ഥ. അങ്ങനെ അവർ നിങ്ങളെക്കുറിച്ച് തോട്ട്സ് നിർത്താൻ പറ്റാത്തൊരവസ്ഥയാണ് നിങ്ങളെക്കുറിച്ച്. പേജ് ഓഫ് ഫോൺസ് വെച്ചിട്ട് കമ്മ്യൂണിക്കേഷൻ വളരെ അതിതീവ്രമായി അവർ ആഗ്രഹിക്കുന്നുണ്ട് കേട്ടോ. കാരണം ഈ സിറ്റുവേഷനിൽ നിന്നും ഒന്ന് മാറാൻ പറ്റിയാൽ നിങ്ങൾക്കൊരു മെസ്സേജ് അയക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്കുമായിട്ടൊരു കോണ്ടാക്റ്റ് വരാം എന്നുള്ള രീതിയിൽ അവർ ചിന്തിക്കുന്നു. അവരവിടെ സ്റ്റക്കായിട്ട് നിൽക്കുകയാണ്. അപ്പം കൂടുതലായും നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നതായിട്ട് കാണുന്നു. നിങ്ങളുമായിട്ട് ഒരു ഈക്വൽ ഗിവ് ആൻഡ് ടേക്കിൽ എത്തണമെന്ന് അവർ ചിന്തിക്കുന്നുണ്ട്. അതായത് നിങ്ങൾ അവരോട് സ്നേഹം പ്രകടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവർക്കും സ്നേഹമാണ് എന്ന് നിങ്ങളോട് പറയണം എന്നുള്ള ഒരു ചിന്ത. പക്ഷേ അതിന് തടസ്സങ്ങൾ അങ്ങനെ ഒരു സിറ്റുവേഷനിലാണ് കാണുന്നത്. വീണ്ടും ഫാമിലി റിലേറ്റഡ് കാർഡാണ് വന്നിരിക്കുന്നത്. 10 ഓഫ് പെൻറ്റക്കിൾസ് ഫാമിലിയുടെ കൂടെ ആണ് എന്നുള്ളതിൻ്റെ ഒരു കൺഫർമേഷൻ ആണത് കേട്ടോ. അവിടെ ഇരുന്നു കൊണ്ട് നിങ്ങളെപ്പറ്റി ചിന്തിക്കുന്നു, തടസ്സം ഫീൽ ചെയ്യുന്നു. 9 ഓഫ് വാൻഡ്സ് റെസ്ട്രിക്റ്റഡ് ആയിട്ട് ഫീൽ ചെയ്യുന്നു എന്ന് കാണുന്നു കേട്ടോ. നിങ്ങളുടെ അടുത്തേക്ക് ഓടി എത്തണമെന്ന് അവർക്ക് ആഗ്രഹമുണ്ട്. ലോങ് ഡിസ്റ്റൻസിലാണ് എന്ന് കാണുന്നുണ്ട്. ഈ തടസ്സങ്ങളെല്ലാം മാറി ഓടി നിങ്ങളുടെ അടുത്തേക്ക് എത്തണം എന്നും അവർ ചിന്തിക്കുന്നുണ്ട്. പക്ഷേ തടസ്സങ്ങളാണ് അവിടെ, റെസ്ട്രിക്റ്റഡ് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ.
നിങ്ങളുമായിട്ടൊരു ന്യൂ ബിഗിനിങ് വേണം, റൊമാൻറ്റിക് ബിഗിനിങ് വേണം എന്നവർ ചിന്തിക്കുന്നതായിട്ടും കാണുന്നു. അവർക്ക് നിങ്ങളോട് സ്നേഹം തന്നെയാണ്. വീണ്ടും ലവേഴ്സ്, നിങ്ങൾ അവരുടെ ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷനാണ് എന്നവർ തോന്നുന്നുണ്ട്. കാരണം യാതൊരു റീസണും ഇല്ലാതെ ഒരാളോട് ഇത്രയ്ക്ക് ഒരു അട്രാക്ഷൻ അല്ലെങ്കിൽ ഒരു സ്നേഹം, ഒരു ആത്മബന്ധം തോന്നാൻ എന്താണ് കാര്യം എന്നവർ ചിന്തിക്കുന്നതായിട്ട് കാണുന്നു കേട്ടോ. ഈ സിറ്റുവേഷൻ നിങ്ങൾ അവരെ അതായത് അവർ നിങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യാതിരിക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്കറിയാം അവർ ഫാമിലിയുടെ കൂടെ യാത്രയിലാണ്, അങ്ങനെയൊക്കെ നിങ്ങൾക്കറിയാമെങ്കിൽ നിങ്ങളെ വിഷമിപ്പിക്കുന്നുണ്ടെന്ന് അവർക്കറിയാം. അവർ നിങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യാതിരിക്കുന്നതോ മെസ്സേജ് അയക്കാതിരിക്കുന്നതോ ഒക്കെ നിങ്ങളെ വിഷമിപ്പിക്കുന്നുണ്ടെന്ന് അവർക്ക് തീർച്ചയായിട്ടും അറിയാം കേട്ടോ. അതിന് വന്ന് കണ്ട് സമാധാനിപ്പിക്കാം എന്നുള്ള രീതിയിൽ എക്സ്പ്ലനേഷൻ കാണുമ്പോൾ തരാം. നിങ്ങൾക്ക് മനസ്സിലാകും, നിങ്ങളെ സമാധാനിപ്പിക്കാൻ അവർക്കറിയാം എന്നുള്ള രീതിയിൽ അവർ ചിന്തിക്കുന്നതായിട്ടും കാണുന്നു കേട്ടോ. കൂടുതലായും ഈ യാത്രയുണ്ടല്ലോ അത് റിലീജിയസ് ആയിട്ടുള്ള യാത്രയായിട്ടാണ് കാണുന്നത്. അമ്പലം, പള്ളി അങ്ങനെയൊക്കെ പോയിട്ടുള്ളതായിട്ടാണ് കാണുന്നത് കേട്ടോ. ഒരു റിക്രിയേഷൻ അല്ല, അതായത് ഒരു പാർട്ടിക്ക് പോയതോ അങ്ങനെയൊന്നും ആയിട്ട് കാണുന്നില്ല. എനിക്ക് അമ്പലം, പള്ളി അങ്ങനത്തെ കാര്യങ്ങളിലേക്ക്, സ്പിരിച്വലായിട്ടുള്ള കാര്യങ്ങളിലേക്ക് വേണ്ടിയിട്ടാണ് ഇവരുടെ ഫാമിലിയുമായിട്ട് യാത്ര പോയിരിക്കുന്നതെന്ന് തന്നെയാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളെപ്പറ്റിയും അവിടെ നിന്ന് അവർ ചിന്തിക്കുന്നതായിട്ട് കാണുന്നു. ഓക്കെ, നിങ്ങളവരുടെ ലൈഫിൽ ഏറ്റവും വലിയൊരു സന്തോഷമാണ്. ഓക്കെ, നിങ്ങളവരുടെ വെളിച്ചമാണ് അവരുടെ ലൈഫിൽ. ആ വെളിച്ചം വിട്ടുകളയാൻ അവർക്ക് താല്പര്യമില്ല എന്നുള്ള രീതിയിൽ തന്നെയാണ് അവർ ചിന്തിക്കുന്നത് കേട്ടോ. നിങ്ങളെക്കുറിച്ച് വളരെ പോസിറ്റീവ് തോട്ട്സ് തന്നെയാണ്. ആസ് ഇറ്റ് ഈസ് അവരുടെ എനർജി വല്ലാതെ ലോ ആയിട്ട് അവർ ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, കാരണം ഇതിങ്ങനെ സ്ട്രെസ്സ് അനുഭവിക്കുകയാണല്ലോ, പറയാൻ പറ്റുന്നില്ല, വിചാരിച്ച പോലെ വിളിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് തന്നെ ഓവർവെൽംഡായിട്ട് വല്ലാത്ത സ്ട്രെസ്സ് ഫീൽ ചെയ്യുന്നതായിട്ടും കാണുന്നു. ഓക്കെ, 2 കാർഡ് കൂടി എടുക്കാം. ഇവരെന്ത് ചെയ്യുമ്പോഴും നിങ്ങളെക്കുറിച്ച് തന്നെ ചിന്തിക്കുകയാണ് എന്ന് കാണേണ്ട. അവിടെ പ്രാർത്ഥിക്കുകയാണെങ്കിലും ജോലി ചെയ്യുകയാണെങ്കിലും ഫാമിലിയുടെ കൂടെ ആണെങ്കിലും എന്ത് തന്നെ ആയാലും നിങ്ങളുടെ ചിന്തകൾ മനസ്സിൽ വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളൊരു സിറ്റുവേഷനാണ്. എംപ്രസ് വെച്ച് ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾ അവരുടെ ലൈഫിലെ ഒരു എംപ്രസ് സാന്നിധ്യമാണ്. ഇവർ രാവിലെ എണീക്കുമ്പോൾ തന്നെ നിങ്ങളെക്കുറിച്ച് ഓർത്തുകൊണ്ടാണ് എണീക്കുന്നത്. ദിവസം മുഴുവൻ നിങ്ങളെക്കുറിച്ച് തന്നെയാണ് ഓർത്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ മുഖം, സംസാരം, ചിരി, നിങ്ങൾ കൊടുക്കുന്ന കെയർ, അതൊക്കെ ഇവർക്ക് വല്ലാതെ അവരുടെ മനസ്സിനെ തൊടുന്ന കാര്യങ്ങളാണ്. ഓക്കെ, ഞാൻ പറയും ഫിസിക്കൽ അട്രാക്ഷനേക്കാൾ അവർക്ക് കൂടുതലായും നിങ്ങളുടെ അടുത്തൊരു ആത്മബന്ധമാണ് തോന്നുന്നത്. ഓക്കെ, നിങ്ങളെന്നും അവരുടെ കൂടെ വേണം, നിങ്ങളുടെ കെയർ, സ്നേഹമൊക്കെ അവർക്ക് എന്നും വേണം എന്നുള്ള രീതിയിലാണ് അവർ ഫീൽ ചെയ്യുന്നത് കേട്ടോ. ലാസ്റ്റ് കാർഡ് എടുക്കാം. 9 ഓഫ് കപ്സ് നിങ്ങൾ അവരുടെ ഒരു വിഷ് ഫുൾഫിൽമെൻ്റ് ആണ്. അവർക്ക് ലൈഫിൽ അങ്ങനെ പറയത്തക്ക കംപ്ലയിൻസ് ഒന്നുമില്ല. ഒരുവിധം ഹാപ്പി ആയിട്ട് തന്നെയാണ് അവർ പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നിരുന്നാലും നിങ്ങളില്ലാത്തതിൻ്റെ ഒരു കുറവ് അവർ തീർച്ചയായും അലട്ടുന്നുണ്ട് എന്ന് തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയായിരുന്നു അവരുടെ ഇന്നത്തെ ദിവസം നിങ്ങളെക്കുറിച്ച് ചിന്തിക്കാൻ പോകുന്ന കാര്യങ്ങൾ, ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ. ഓക്കെ, പേഴ്സണൽ റീഡിംഗ് വേണ്ടവർ കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ. പതുക്കെ ചെയ്യുള്ളൂ. എന്നെ ഇപ്പോൾ പൈസ ഇട്ട് ഇപ്പോൾ തന്നെ ചെയ്യണമെന്ന് പറയരുത്. ഞാനൊരു സമയം എടുത്തിട്ട് ചെയ്യുള്ളൂ. സെയിം ഡേ ചെയ്യാൻ പരമാവധി ശ്രമിക്കാറുണ്ട് കേട്ടോ. അത് വളരെ റെയറായിട്ടാണ് അടുത്ത ദിവസത്തേക്ക് എക്സ്റ്റെൻഡായി പോകുന്നത് കേട്ടോ. അങ്ങനെ. അപ്പോൾ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ, റീഡിംഗ് ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഹൈപ്പ് ചെയ്യുക, കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. വേറെന്താ, പുതിയൊരു റീഡിങ്ങുമായിട്ട് നമ്മൾ തമ്മിൽ കാണും വരെ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സേഫ് ആയിട്ടിരിക്കുക, ഡിവൈനുമായിട്ട് കണക്റ്റഡ് ആയിട്ടിരിക്കുക. മേ ഗോഡ് ബ്ലെസ് യു ഓൾ. ബൈ.